പ്രലോഭനങ്ങൾക്ക് പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളുടെ ഛായയുണ്ടാകും. അതുകൊണ്ടാണ് പ്രലോഭനങ്ങളിൽ നാം കാലിടറി വീണു പോകുന്നത്. പ്രലോഭനങ്ങളെ മുൻകൂട്ടി തിരിച്ചറിയാൻ സാധിക്കുമോ? കേൾക്കാം ഇന്നത്തെ ശുഭദിന ചിന്ത. നമസ്കാരം, ഞാൻ കവിത കണ്ണൻ. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. ആ പുരോഹിതന് ഒരു പൂച്ചയുണ്ട്. വളരെ അച്ചടക്കത്തോടെയും നിഷ്ഠയോടെയുമാണ് ആ പൂച്ചയെ വളർത്തുന്നതെന്ന് പുരോഹിതൻ എപ്പോഴും അവകാശപ്പെടും. ആഴ്ചയിലൊരിക്കൽ തന്റെ വീട്ടിൽ നടക്കുന്ന സമൂഹ പ്രാർത്ഥനയിൽ പുരോഹിതൻ പൂച്ചയെ പങ്കെടുപ്പിക്കും. കത്തിച്ചുവെച്ച ഒരു ദീപം അതിന്റെ തലയിൽ വെക്കും. പ്രാർത്ഥന തീരുന്നതുവരെ പൂച്ച അനങ്ങാതെ നിൽക്കും. ആളുകൾ അത്ഭുതപ്പെട്ടു. അവർ പുരോഹിതനെയും പൂച്ചയെയും പുകഴ്ത്തി. ഒരു ദിവസം പ്രാർത്ഥനയിൽ പങ്കെടുത്ത ഒരാൾ ഒരു എലിയെയും കൊണ്ടാണ് വന്നത്. പുരോഹിതൻ വിളക്ക് പൂച്ചയുടെ തലയിൽ തെളിച്ചു വെച്ചു. പ്രാർത്ഥന ആരംഭിച്ചു. ഈ സമയത്ത് അയാൾ എലിയെ തുറന്നു വിട്ടു. പൂച്ച ഉടനെ ആ ദീപവും താഴെയിട്ട് എലിയുടെ പിന്നാലെ പോയി. അവിടെയാകെ ഇരുട്ടായി. നിർബന്ധിത സാഹചര്യങ്ങൾ കൊണ്ടോ ലഭിക്കാനിടയുള്ള പ്രശസ്തി പത്രങ്ങളുടെ പേരിലോ ഏറ്റെടുക്കുന്ന ഒരു പ്രവൃത്തിക്കും അധികം ആയുസ്സുണ്ടാകില്ല. തുടങ്ങുന്ന സമയത്തെ നിശ്ചയദാർഢ്യവും അധ്വാനശീലവും തുടർ പ്രക്രിയകളിൽ ചോർന്നു പോകുന്നതാണ് അത്തരം കർമ്മരംഗങ്ങൾ നിർവീര്യമാകുന്നതിന് കാരണം. പ്രലോഭനങ്ങൾക്ക് ഒരു തനത് ഭാവങ്ങളുണ്ട്. അവയെപ്പോഴും ഇരയുടെ ഇഷ്ടഭാവത്തിലായിരിക്കും പ്രത്യക്ഷപ്പെടുക. അവ ഒരിക്കലും അതിക്രമിച്ചു കയറില്ല, അടുത്തുകൂടി നിൽക്കുകയുള്ളൂ. കാലിടറി വീഴുന്നത് മനസ്സിലാകാത്ത വിധമാണ് ഓരോ പ്രലോഭനങ്ങളും തങ്ങളുടെ ബലിയാടുകളെ സൃഷ്ടിക്കുക. നിയോഗങ്ങളിലേക്കുള്ള യാത്രകളിൽ രണ്ടു കാര്യങ്ങൾ എപ്പോഴും കൂടെ കൂട്ടാം: പ്രവർത്തന സ്ഥിരതയും പ്രലോഭനങ്ങളെ മറികടക്കാനുള്ള പ്രവർത്തന നിരതയും. നമ്മളുടെ ദൗത്യ പൂർത്തീകരണത്തിലേക്കുള്ള യാത്രയുടെ ആദ്യപടി പ്രലോഭനങ്ങളെ തിരിച്ചറിയുക എന്നതാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ മനസ്സിനു മുൻപിൽ നമുക്കൊരു ബോർഡ് വയ്ക്കാം: കെണിയുണ്ട്, സൂക്ഷിക്കുക എന്ന്. ശുഭദിനം.